ജർമ്മൻ സ്റ്റഡി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സ്റ്റുഡൻസ് ഇപ്പം ഒരു 100 കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു 60 പേർക്കെങ്കിലും ജർമ്മനിയിലേക്ക് പഠിക്കാൻ പോകണം. അവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് APS സർട്ടിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ്. നിങ്ങൾ പഠിച്ചിറങ്ങിയ സർട്ടിഫിക്കറ്റുകളുടെ മാർക്ക് ലിസ്റ്റുകളുടെ ജെന്യൂനിറ്റി, അത് യഥാർത്ഥമാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ജർമ്മൻ കോൺസുലേറ്റിന്റെ ഒരു സംവിധാനമാണ്. ഒരു ഓൺലൈൻ പോർട്ടലുണ്ട്, കയറി നിങ്ങൾ സൈനപ്പ് ചെയ്യുക, അതിന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്യുക, സിഗ്നേച്ചർ ഇട്ട് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ലാംഗ്വേജ് സർട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ, 10ാം ക്ലാസ്, +2 എല്ലാം കൂടെ നമ്മൾ ചേർത്ത് വെച്ചിട്ട് ഇത് ഫിസിക്കലി എംബസിയിലേക്ക് അയച്ചു കൊടുക്കണം. ഒരു 18,000 രൂപ, 160 യൂറോയിൽ മേലെയാണ് അതിന്റെ ചാർജ് വരുന്നത്. അത് അടച്ച് നിങ്ങളെല്ലാം കൂടെ നമ്മൾ കൊറിയർ ചെയ്യുകയാണ് ചെയ്യുക. അത് അവർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റിയിലേക്ക് അവർ തന്നെ നേരിട്ട് ഇത് അയച്ചു കൊടുക്കുകയും ഇത് നിങ്ങൾ അവിടെ പഠിച്ചിറങ്ങിയ കുട്ടികളാണോ എന്നത് എൻഷുർ ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണിത്. ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ 3 weeks to 3 months വരെ സമയം എടുക്കാറുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിറങ്ങിയ സ്ഥാപനങ്ങൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ അത് എങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യുന്നത്, ആ ഡിലേ ആണ് ഇതിനകത്തുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് മാൻഡേറ്ററി ആണെന്ന് പല കുട്ടികളും ചോദിക്കാറുണ്ട്. ഇത് ശരിക്കും മാൻഡേറ്ററി അല്ല. മലയാളി സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ഹയർ സെക്കൻഡറി കഴിഞ്ഞ ഉടനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓസ്ബൾഡങ് എന്ന് പറയുന്ന ഒരു വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അതിന് പോകുന്ന കുട്ടികൾക്ക് APS സർട്ടിഫിക്കേഷന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ PhD അല്ലെങ്കിൽ സ്കോളർഷിപ്പ് പ്രോഗ്രാംസ്, ഇറാസ്മസ് മുണ്ടോസ്, ഡാഡ് ജർമ്മൻ ഗവൺമെന്റ് കൊടുക്കുന്ന ഇതുപോലുള്ള പ്രോഗ്രാംസിന് പോകുന്നതിനും നമ്മൾക്ക് APS സംവിധാനങ്ങൾ ആവശ്യമില്ല.